കിച്ചൻ. ഇന്നിവിടെ ഒരു ഫിഷിൻ്റെ ഒരു ഐറ്റം നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നല്ല ഹെൽത്തി വേയിലാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ആദ്യം നമുക്ക് ഈ മീനിനെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇതുപോലെ ഇച്ചിരി വലിയ മീനാണ് എടുത്തിരിക്കുന്നത് ഞാൻ. നമ്മളിവിടെ ഫിഷ് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്ലീൻ ചെയ്ത് ഇങ്ങനെ വരഞ്ഞ് വെച്ചിട്ടുണ്ട് രണ്ട് സൈഡും മസാലയൊക്കെ പെരട്ടാനായിട്ട്. പിന്നെ നമ്മൾ ഇതുപോലെ ഫിഷ് ഉണ്ടാക്കിയാൽ നമുക്ക് പല ഗുണങ്ങളുണ്ട്. നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ എണ്ണ യൂസ് ചെയ്യും. ഇതാകുമ്പോൾ നമ്മൾ എണ്ണ യൂസ് ചെയ്യുന്നില്ല. അതൊരു ഹെൽത്തി വേ ആണല്ലോ. പിന്നെ നമ്മൾ നോക്കി നിൽക്കേണ്ട ഫ്രൈ ചെയ്യാൻ. ഫ്രൈങ് പാൻ ഇട്ട് കഴിഞ്ഞിട്ട് ഇത് കരിഞ്ഞു പോകുമോ എന്നൊക്കെ ഓർത്ത് നമ്മൾ നോക്കി നിൽക്കണം. നമ്മൾ ഇങ്ങനെ ഈ രീതിയിൽ ഉണ്ടാക്കുവാണെങ്കിൽ നമുക്ക് ആ സമയത്ത് നമുക്ക് വേറെ പണികളൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ റൂമിൽ ഒട്ടും സ്മെല്ല് ഉണ്ടാകത്തില്ല. എല്ലാം ഫ്രൈ ചെയ്യുമ്പോൾ റൂമിലെല്ലാം വീടിനകത്ത് നിറച്ച് മണം ഉണ്ടാകും. ഇത് അങ്ങനെയാകുമ്പോൾ ഒരു തരത്തിലുള്ള സ്മെല്ലും ഉണ്ടാകത്തില്ല. അപ്പൊ നമ്മൾ ഇങ്ങനെ 2-3 ഗുണങ്ങളുണ്ട് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പൊ ഇതെങ്ങനെയാണ് നമുക്ക് മസാലയൊക്കെ പറ്റി ഇതെങ്ങനെയാണ് ബേക്ക് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല്. അപ്പോൾ റൈറ്റ് സൈഡിൽ കാണുന്ന ഒരു ബെൽ ബട്ടൺ ഉണ്ട്. ആ ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടും. ഇതുപോലെ ഇച്ചിരി കട്ടിയുള്ള മീൻ എടുക്കുന്നതാണ് നല്ലത്. ഇങ്ങനെ മുള്ളുള്ള ഇതെന്ത് മീനിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. എന്തായാലും ചെതുമ്പലുള്ള മീനാണ്. അത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് നമുക്ക് വേണമെങ്കിൽ വാലും തലയും ഒക്കെ വെക്കാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. ഇവിടെ ഞാനതൊന്നും എടുത്തിട്ടില്ല. എന്നിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഇതുപോലെ വരഞ്ഞ് എല്ലാം ഇങ്ങനെ രണ്ട് സൈഡും വരഞ്ഞ് വെക്കുക കത്തി കൊണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മസാല എല്ലായിടത്തും തേച്ച് പിടിപ്പിക്കണം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയ ഉള്ളി ഞാൻ കുറേ നന്നായിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, കുരുമുളക് പൊടി അല്ലെങ്കിൽ കുരുമുളക് മുഴുവനോടെ. ഇത് ഞാൻ മുഴുവനോടെയാണ് ഇട്ടിരിക്കുന്നത്. എല്ലാം നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കുക. എന്തായാലും ഇച്ചിരി നന്നായിട്ട് ചേർക്കുന്നതായിരിക്കും ടേസ്റ്റ്. പിന്നെ മഞ്ഞൾപ്പൊടി ഇടുക, മുളക് പൊടി, ഉലുവ പൊടിച്ചത് അല്ലെങ്കിൽ ഉലുവ മുഴുവനോടെ. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, പിന്നെ വിനാഗിരി ചേർത്ത് കൊടുക്കുക. നാരങ്ങാനീരെങ്കിൽ നാരങ്ങാനീരായാലും മതി. ഞാനിവിടെ വിനാഗിരിയാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ കരിവേപ്പില. ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ ഇതുപോലെ അരച്ചെടുക്കണം. നമ്മൾ ഈ അരച്ചെടുത്ത എല്ലാം കൂടെ മീനിലോട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. അതിൻ്റെ അകത്തും ആ വയറിൻ്റെ ഭാഗത്തും അരഞ്ഞിരിക്കുന്ന അകത്തും എല്ലാം നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിക്കണം. ഇപ്പോഴും മസാല ഇച്ചിരി നന്നായിട്ടുള്ളതാണ്. ഇച്ചിരി സ്പൈസിയാണിത്. ഇനി അധികം എരിവ് വേണ്ടെങ്കിൽ ഇതെല്ലാം ഇച്ചിരി കുരുമുളകും മുളക് പൊടിയൊക്കെ കുറയ്ക്കാവുന്നതാണ്. പക്ഷേ നന്നായിട്ട് ഇച്ചിരി ഗ്രേവി ആയിട്ട് മസാല പൊതിഞ്ഞിരിക്കുന്നതാണ്. അല്ലെങ്കിൽ മീൻ നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് ഡ്രൈ ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നന്നായിട്ട് മസാല പുരട്ടി വെക്കുക. ഒരു 15 മിനിറ്റ് നേരെയെങ്കിലും മസാല ഇതൊന്ന് പിടിക്കാനായിട്ട് വെക്കണം. ഇനി ഒത്തിരി എരിവ് വേണ്ട. എന്നാൽ മസാല നന്നായിട്ട് ഗ്രേവി നല്ല തിക്കായിട്ടുള്ള ഇത് മസാല വേണമെങ്കിൽ ഇച്ചിരി ഉള്ളി നന്നായിട്ട് അരയ്ക്കുക. എന്തായാലും ഡ്രൈ ആയിട്ട് ഇരിക്കരുത്. അപ്പോൾ ടേസ്റ്റ് കിട്ടാനും ടേസ്റ്റ് ഉണ്ടാകാനും നല്ലതാണ് ചെറിയ ഉള്ളി നന്നായിട്ട് അരയ്ക്കുന്നത്. രണ്ട് സൈഡിൽ നന്നായിട്ട് നമുക്ക് മസാല തേച്ച് പിടിപ്പിക്കാം. ഞാൻ 15 മിനിറ്റ് എന്ന് പറഞ്ഞത് കുറഞ്ഞതാണ് കേട്ടോ. കൂടുതൽ സമയം വെച്ചാൽ കൂടുതൽ അത്രയും നല്ലതാണ്. അകത്തൊക്കെ നന്നായിട്ട് ഉപ്പുമൊക്കെ പിടിക്കാനായിട്ട് നല്ലതാണ്. ഇതിപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. ഇതെല്ലാം ഒരുമാതിരി നന്നായിട്ട് എല്ലായിടത്തും മസാല ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. മസാല എല്ലാം പുരട്ടി വെച്ച ശേഷം ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർക്കുന്നുണ്ട്. ഇത് ജസ്റ്റ് മേളിലോട്ടൊന്ന് തൂത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് നല്ലൊരു ടേസ്റ്റ് കിട്ടാനാണ്. പിന്നെ ഡ്രൈ ആകാതിരിക്കാനുമാണ്. എണ്ണ ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പം ഒലിവ് ഓയിൽ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഒലിവ് ഓയിൽ ചേർക്കാം. പക്ഷേ വെളിച്ചെണ്ണയുടെ ടേസ്റ്റാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണ ചേർത്ത്. പിന്നെ നമുക്കിതെടുത്ത് ബേക്കിംഗ് ട്രേയിലേക്ക് എടുത്ത് നമുക്ക് ബേക്ക് ചെയ്യാനുള്ള ട്രേയിലേക്ക് എടുത്ത് വെച്ച് നന്നായിട്ട് കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കാം. ഈ ഒരു സമയത്ത് നമുക്ക് വേണമെങ്കിൽ സവാള വട്ടത്തിലരിഞ്ഞും തക്കാളി വട്ടത്തിലരിഞ്ഞ് അങ്ങനെ രണ്ടാക്കി മുറിച്ചും ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂടെ വെച്ച് ബേക്ക് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ചെയ്യാം, നല്ലതായിരിക്കും. അതുപോലെ തന്നെ കരിവേപ്പിലയും പച്ചമുളക്, എരിവില്ലാത്ത പച്ചമുളകൊക്കെ ഈ ബേക്ക് ചെയ്യുന്ന കൂടെ വെച്ചാൽ നല്ലതാണ്.
ബേക്ക് ചെയ്യാൻ നേരത്ത് നമുക്കൊരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ അതിലേക്കൊന്ന് മേലിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ആദ്യം 1 ടേബിൾ സ്പൂൺ ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതിനെ ഓവനിലേക്ക് വെക്കാം. ഇത് ഞാൻ പ്രീ ഹീറ്റ് ചെയ്തതായിരുന്നു ഓവൻ നേരത്തെ തന്നെ. ഒരു 15 തൊട്ട് 20 മിനിറ്റ് വെച്ചാൽ മതി, അതിൽ കൂടുതൽ വെക്കരുത്. ഒരു സൈഡ് അത് കഴിയുമ്പോൾ നമുക്കിതെടുത്ത് തിരിച്ച് വെക്കാം. തിരിച്ചൊന്ന് ഇട്ടിട്ട് പിന്നെ ഒരു 15 മിനിറ്റ് നേരം കൂടെ വെച്ച് കഴിഞ്ഞാൽ ഇത് റെഡി ആയി കഴിഞ്ഞു. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ കരിഞ്ഞു പോവുക അങ്ങനെ ഓർത്ത് വെയിറ്റ് ചെയ്യേണ്ട. പിന്നെ റൂം നിറച്ച് സ്മെല്ല് വരുമോ അങ്ങനെയൊന്നുമില്ല, സ്മെല്ലൊന്നും ഉണ്ടാവില്ല. ഹെൽത്തിയാണ്. നമ്മൾ എണ്ണയിലിട്ട് അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്ന അതുകൊണ്ട് ഹെൽത്തിയാണ്. നമുക്ക് ടൈം ലാഭമുണ്ട്. ഈ ഒരു വെച്ച സമയത്ത് നമുക്ക് വേറെ എന്തെങ്കിലും പണിയൊക്കെ ചെയ്യാം. അപ്പോൾ നമുക്ക് ഒത്തിരി സമയം ലാഭിക്കാനും പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിൽ ഫിഷ് ഉണ്ടാക്കിക്കഴിഞ്ഞാൽ, ചെറിയ ഫിഷ് ഉണ്ടാക്കിയാൽ അത്ര ഇതുപോലെ വലിയ ഫിഷ് ഉണ്ടാക്കാനാണ് എപ്പോഴും ഇതുപോലെ ബേക്ക് ചെയ്തെടുക്കാനായിട്ട് ടേസ്റ്റ് ഉള്ളത്. ഇപ്പം നമ്മുടെ ഈ ഫിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട്, ആകെയെല്ലാം നല്ല സോഫ്റ്റാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഫിഷ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഫിഷാണിത്. ഫ്രൈ ചെയ്തതല്ല, ബേക്ക് ചെയ്തെടുത്താണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വേറെ ദിവസം കാണാം. ബൈ ബൈ.